ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ സമൂഹം നാർസിസ്റ്റുകളെ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹം ഏതെങ്കിലും തരത്തിൽ നാർസിസ്റ്റുകൾ ഉണ്ടായി വരുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട എപ്പോഴും വീഡിയോ റിക്വസ്റ്റ് വരാറുള്ള ഒരു ടോപ്പിക്കിന്റെ ഉത്തരമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നാർസിസം വളരെയധികം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈനാമിക്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പല വ്യവസ്ഥകളും കൾച്ചറും റിലീജിയൻ്റെ ഇൻഫ്ലുവൻസും അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ചട്ടങ്ങളും ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാട്ടുനടപ്പുകളും ഒക്കെയാണ്. ഇവിടെ കൾച്ചറിനെ, സംസ്കാരത്തിനെ, റിലീജിയനെ കുറ്റം പറയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൂലകാരണം കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ഈ കാര്യങ്ങളിൽ സെൽഫ് ബ്ലെയിം ചെയ്യാതിരിക്കാനായിട്ട് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. NPD എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ നാർസിസം എന്ന് പറയുന്ന കാര്യം അതിനെ വളക്കൂറുള്ള മണ്ണൊരുക്കുന്നതിലും അതിനെ വളമിട്ട് വളർത്തുന്നതിലും നമ്മുടെ സമൂഹം വഹിക്കുന്ന പങ്ക് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ ഡിസോർഡർ ആണ് എന്നാണ്. ഒന്നാമത്തെ കാര്യം, ബയോളജി എന്ന് പറയുന്നത്, അതായത് ജനറ്റിക്സ് എന്ന് പറയുന്നത് നാർസിസം ഉണ്ടാകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് സൈക്കോളജിയാണ്. നമ്മുടെ പാരന്റിങ് സ്റ്റൈൽസും അതിലൂടെ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന മോശമായിട്ടുള്ള സൈക്കോളജിക്കൽ നെഗ്ലക്റ്റും. ഇതിലെ മൂന്നാമത്തെ കാര്യം സോഷ്യോളജിയാണ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്ന പോലെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ നാർസിസം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നതിലുള്ള ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് ആണ്. ഇവിടെ ജനറ്റിക്സ് ആണ് തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നതെങ്കിൽ ട്രിഗർ വലിക്കുന്നത് സമൂഹം എന്ന് പറയുന്ന ഈ കൾച്ചറലായിട്ടുള്ള എൻവയറൺമെന്റലായിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാർസിസത്തെ ഫീഡ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. അതിലൊന്ന് പാട്രിയാർക്കി, നിങ്ങൾക്കറിയാവുന്ന പോലെ പുരുഷാധിപത്യം, പുരുഷ മേൽക്കോയ്മയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമൂഹം. രണ്ടാമത്തേത് ഇമേജ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം. മൂന്നാമത്തേത് കളക്ടിവിസം. ഇത് മൂന്നും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നാർസിസം എന്ന് പറയുന്ന കാര്യം വളർത്തുന്നതിൽ, ഇത്രയധികം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൽ കാരണമാകുന്നത്, അല്ലെങ്കിൽ സമൂഹം ഇതിൽ എത്തരത്തിലാണ് കാരണമാകുന്നത് എന്നുള്ളത് ഇഴകീറി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഒന്നാമത്തെ കാരണമായി നമുക്കിവിടെ പറയാൻ പറ്റുന്നത് രാജാ ബേട്ട സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള മെയിൽ പ്രിവിലേജസിനെയും എൻറ്റൈറ്റിൽമെന്റിനെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, NPD എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ കാണുന്നത് എന്നുള്ളതിന്റെ മൂലകാരണമായി തന്നെ വരുന്ന ഒരു കാര്യമാണ് ഈ രാജാ ബേട്ട സിൻഡ്രോം എന്ന് തമാശ രൂപേണ വിളിക്കുന്ന ഈ ഒരു സാമൂഹിക അന്തരീക്ഷം അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൺകുട്ടികൾക്ക് കുടുംബത്തിൽ കൊടുക്കുന്ന അമിതമായിട്ടുള്ള ഒരു പരിഗണന, ഒരു ഈക്വലായിട്ടല്ലാതെ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് കൂടുതൽ കേറ്റർ ചെയ്ത് കൊടുക്കുന്ന, അവർക്ക് എൻറ്റൈറ്റിൽമെന്റ് കൊടുക്കുന്ന, അവർക്ക് ആദ്യത്തെ ആളെന്നുള്ള രീതിയിലുള്ള പരിഗണന കൊടുക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യവും ചുറ്റുപാടും സമൂഹവും. ആൺകുട്ടിയെ ഒരു തരത്തിൽ ഏറ്റവും കൂടുതൽ ഐഡലൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ആഹാരം വിളമ്പുമ്പോൾ പോലും ഭക്ഷണം ആദ്യം വീട്ടിലെ ആൺകുട്ടിക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് എപ്പോഴും, അല്ലെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കവറപ്പ് ചെയ്യാൻ അവരുടെ അമ്മയും അവരുടെ അമ്മൂമ്മയും എല്ലാം സഹായിക്കും. കുടുംബത്തിന്റെ പേര് സംരക്ഷിക്കേണ്ട ആൾ, അല്ലെങ്കിൽ പേര് സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് അതിനെ ന്യായീകരിക്കുന്നത്. കുട്ടികളെ അയക്കുന്ന സ്ത്രീകളെ ആദ്യമേ തന്നെ ചിട്ട പഠിപ്പിക്കുകയും നോ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുകയും, എന്നാൽ കുട്ടികളായിരിക്കുന്ന ആൺകുട്ടികളെ നോ പറയാതെ എന്ത് കാര്യവും സാധിച്ചു കൊടുത്തും ശീലിപ്പിക്കുന്ന സമൂഹമാണ് നമുക്കുള്ളത്. എല്ലാം കുട്ടിക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്നും ആൺപെൺ ഭേദമില്ലാതെ ട്രീറ്റ് ചെയ്യും എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ രണ്ട് ജെൻഡറിലും ഏറ്റവും കൂടുതൽ അൺഫെയർ അഡ്വാൻറ്റേജസ് ഇത്തരത്തിൽ കിട്ടുന്നത് ആൺകുട്ടികൾക്ക് തന്നെയാണ്. അവരെ ഇത്തരത്തിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു സ്പെഷ്യൽ കംഫർട്ട് അവർക്ക് കൊടുക്കുന്നത് നാർസിസം എന്ന് പറയുന്ന ഒരു കാര്യം ഇവരിൽ വളരാൻ കൂടുതൽ സാഹചര്യം ഒരുക്കും എന്നുള്ളത് പലരും പറയാത്ത ഒരു സത്യമാണ്. ഇതെങ്ങനെയാണ് നാർസിസം ഉണ്ടാക്കുന്നത്? സൈക്കോളജിയിൽ ഇതിനെ അക്വയർഡ് സിറ്റുവേഷണൽ നാർസിസം എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ അവർ ആസ് എ ജെൻഡർ വിചാരിക്കുന്നത് അവർ മറ്റുള്ളവരെക്കാൾ സുപ്പീരിയർ ആണെന്നും സ്പെഷ്യലി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരാണെന്നും നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് ബാധിക്കപ്പെട്ടതാണെന്നും നിയമങ്ങളെല്ലാം പാലിക്കേണ്ടത് അവരാണെന്നും, ഞാൻ നിയമത്തിന്റെ പരിധിയിലൊന്നും വരുന്ന ആളല്ല, എല്ലാം എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ആളാണ് ഞാനെന്നും, എല്ലാം കിട്ടേണ്ട ആളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടീഷനിങ് ചെറിയ പ്രായത്തിലെ ആൺകുട്ടിയുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരവസ്ഥ. അതിനൊപ്പം തന്നെ അപകടകരമായിട്ടുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത് എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരാൻ വേണ്ടി മാത്രമുള്ളവരാണ്, എന്നെ സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി ഇരിക്കപ്പെട്ടിരിക്കുന്നവരാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസം ചെറിയ പ്രായത്തിലെ ഈ പറയുന്ന
ആൺകുട്ടികളിൽ ഉണ്ടായി വരാൻ വളരെ വലിയ കാരണമാകുമെന്നുള്ളതാണ്. ഇവിടെ ഈ കണ്ടീഷനിങ്ങിന്റെ തീവ്രത മനസ്സിലാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഫുൾ ടൈം ജോലിയുള്ള ഭാര്യയും ഭർത്താവുമായിരിക്കും. ഭർത്താവ് ജോലിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഫുൾ ടൈം ജോലി തന്നെ പോലെ തന്നെ ഫുൾ ടൈം ജോലിയുള്ള ഭാര്യ വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കുട്ടികളുടെ കാര്യം നോക്കി അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്ന ചായയിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ അവർക്ക് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്, തെറ്റായി പോയി, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെയാണ് ഈ ഒരു ജെൻഡറിൽ വരുന്നത്? മറ്റേ ജെൻഡറിനും തുല്യമാണ് എന്ന് തന്നെ പോലെ തന്നെ എമ്പതി അർഹിക്കുന്ന, തന്നെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ് മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ആളെന്നുള്ള ചിന്ത ഇപ്പുറത്തെ ആളിന് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഈ ഹസ്ബൻഡ് എങ്കിൽ അവർ ഒരിക്കലും ആ രീതിയിൽ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കില്ല. അത്രമാത്രം തീവ്രമാണ് അവിടെ സോഷ്യൽ കണ്ടീഷനിങ്. കാരണം അവിടെ ഇയാളുടെ അമ്മയും ഈ മദർ ഇൻ ലോ ആയിട്ടുള്ള അമ്മയും വന്നിട്ട് പറയുന്നത് ഈ മകനെ ഡിഫെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അവർ പറയുന്നത് അവൻ ടയർഡായിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, നീയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറയുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ ഒരു ജെൻഡറിനെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഒരു ജെൻഡറിന്റെ എമ്പതിയോടുകൂടി കാണാതെ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സോഷൻ ഉണ്ടെന്നും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നും ഒരു തരത്തിലും പരിഗണിക്കാതെ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഒരു യൂട്ടിലിറ്റി ആയിട്ടാണ് അവിടെ, കമ്മോഡിറ്റി ആയിട്ടാണ് അവിടെ ഒരാളിനെ കാണുന്നത്. അത് ഒരു മനുഷ്യനായിട്ടല്ല അവിടെ കാണുന്നത്. NPD എന്തുകൊണ്ടാണ് സമൂഹത്തിൽ കൂടുതലെന്ന് ചോദിക്കുമ്പോൾ, ഒരു ജെൻഡറിൽ എന്തുകൊണ്ടാണ് NPD ഇത്രയും കൂടുതലെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രാജാബേട്ട സിൻഡ്രോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സ്റ്റാറ്റസിലും ഇമേജിലുമുള്ള ഒബ്സഷനാണ് നമ്മുടെ സമൂഹത്തിന്റെ. ഈ NPD എന്ന് പറയുന്നത്, നാർസിസം എന്ന് പറയുന്നത് എന്റെ വീഡിയോയിൽ ഇത്രയും കണ്ടതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ നല്ല അവയർനെസ് ഉള്ള ഒരു കാര്യമാണല്ലോ. NPDയുടെ കോർ എന്ന് പറയുന്നത് ഈ ഫാൾസ് സെൽഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സമൂഹം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സമൂഹവും നമ്മളെ കൊച്ചിലെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും എന്നുള്ളതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നമ്മുടെ ഫാൾസ് ആയിട്ടുള്ളൊരു സെൽഫ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെൽഫ് മാത്രം ബാക്കിയുള്ളവരെ കാണിച്ച് നമ്മുടെ പദവിയും നമ്മുടെ സ്റ്റാറ്റസും എപ്പോഴും ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമൂഹവും ഒരു എൻവയോൺമെന്റും തന്നെയാണ് നമുക്കുള്ളത്. ഇവിടുത്തെ സാമൂഹിക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പണത്തിന് തുല്യമാണ്. എത്രയോ പേരൻസ് ഇപ്പോഴും എഞ്ചിനീയറിംഗിനും മെഡിസിനും ഇതുപോലെയുള്ള ഹയർ പൊസിഷൻസ് നേടാനുള്ള മേഖലകളിലേക്ക് കുട്ടിയെ അവരുടെ ഇഷ്ടമില്ലാതെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ പാരന്റിന്റെ സ്റ്റാറ്റസ് മാത്രമാണ് പ്രാധാന്യം. കുട്ടിയുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടെ വകവയ്ക്കുന്നേ ഇല്ല. ഇവിടെ കുട്ടിയെ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ അവസരം കൊടുക്കാതെ അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇമേജ് കാണിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് കുട്ടിയെ റേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇതെങ്ങനെയാണ് നാർസിസം ഉണ്ടാക്കുന്നത്? ഇതെന്ന് പറയുന്നത് ബേസിക്കലി കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യനെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇമേജ് ആണ് റിയാലിറ്റിയെക്കാളും ഏറ്റവും വലുത്. എന്റെ ബുദ്ധിമുട്ടുകളൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. എന്റെ പദവി എന്താണെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ പദവിയാണ് ഞാൻ എല്ലാവരെയും കാണിക്കേണ്ടത്. ഞാൻ സക്സസ് ആയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ എന്റെ ഹാപ്പിനെസ്സിനല്ല ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ചെറുതിലെ കുട്ടികൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടു പഠിച്ചു വരുന്നത്. അവർ കണ്ടീഷൻ ചെയ്യപ്പെടുന്നത് എനിക്ക് കിട്ടുന്ന ലവ് അത് കണ്ടീഷനിലാണ്. ഞാൻ എന്തെങ്കിലും അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ എനിക്ക് സ്നേഹം കിട്ടുകയുള്ളൂ. പിന്നെ ഒരാൾക്ക് ഏറ്റവും വലിയൊരു ശത്രു ഉണ്ടെങ്കിൽ അത് നാണക്കേടാണ് ശത്രു എന്ന് പറയുന്നത്. ഈ നാണക്കേട് എന്ന് പറയുന്നത് ഞാൻ ലൈഫിൽ വലിയൊരു പദവിയിലേക്ക് എത്തിയില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടെന്ന് ബാക്കിയുള്ള നാട്ടുകാരെല്ലാം പറയുന്ന പദവികളിലേക്ക് ഞാൻ എത്തിയില്ല എങ്കിൽ ഞാൻ വെറും എന്താ പറയുക, എൻ്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന, നാട്ടുകാരെ നാണം കെടുത്തുന്ന ഒരു വസ്തു മാത്രമാകുമെന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ച് വളർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചുറ്റുമുള്ളത്. ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ തലമുറയിലുള്ള കോൺഷ്യസ് ആയിട്ടുള്ള വളരെയധികം എഫേർട്ട് എടുത്ത് പാരന്റ് ചെയ്യുന്ന കുറച്ച് ശതമാനം പാരന്റ്സ് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്നും എല്ലാത്തിലും മികച്ചതാണെന്നും എല്ലാ രീതിയിലും നല്ല സ്വഭാവമുള്ളവനാണെന്നും കാണിക്കുന്ന ഒരു പെർഫെക്റ്റ് മാസ്ക് സർവൈവലിന്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയെടുക്കും. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസത്തിന്റെ കാര്യത്തിൽ പറയുന്ന സെയിം ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള കണ്ടീഷനിങ് ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ല ഉദാഹരണത്തിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോഴുള്ള സാഹചര്യത്തിലെ ഒരു രണ്ട് പാരന്റ്സിനെ എടുക്കുക. അതിൽ ഒരാൾ ഒരു നാർസിസ്റ്റിക് ഫാദർ ആണെന്ന് വിചാരിക്കുക. ഈ നാർസിസ്റ്റിക് ഫാദർ ഒരു ഫാമിലി വെഡിങ്ങിൽ, ഒരു എല്ലാവരും കൂടുന്ന ഒരു ഫാമിലി വെഡിങ് ഫംഗ്ഷനിൽ അവരുടെ ഫാമിലിയുടെ ഒരു എന്താ തലക്കനം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷറി കാർ അങ്ങ് വാങ്ങിക്കുകയാണ്, ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ നോർമലൈസ് ചെയ്തായിരിക്കും, എന്നാൽ എല്ലാവരും അതിനെ ട്രീറ്റ് ചെയ്യുന്നു. അതിനെ ആരും ക്രിട്ടിസൈസ് ചെയ്യാനും പോകുന്നില്ല. അത് ഒരു നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയായിരിക്കും സമൂഹവും കൂടെയുള്ളവരും ചെയ്യുന്നത്. എന്നാൽ ഇതേ ഫാദർ തന്നെ
അയാളുടെ കുട്ടിക്ക് ഒരു ഓട്ടിസം ഉള്ള കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസേബിലിറ്റി ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. എന്നാൽ അത് മറ്റുള്ളവരെ അറിയിക്കാതെ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് കാശ് ചെലവാക്കാതെ ഇത് മറച്ചു വെക്കും മനഃപൂർവ്വം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ മാനസിക രോഗം അയാളുടെ ഒരു കുറവ് പോലെയാണ് അയാൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഷെയിമായിട്ടാണ് അയാൾ കാണുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും കുട്ടി സ്പെഷ്യൽ ആണെന്നും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പുറത്ത് കാണിക്കുന്നത്. അവിടെ ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റിനുള്ള പൈസ ഈ പറയുന്ന വ്യക്തി ചെലവാക്കില്ല. അപ്പോൾ ആ കാര്യത്തിന് പോലും ഒരു തരത്തിലും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് പോലും എടുക്കാതിരിക്കുന്ന, ആ കുട്ടിക്ക് വേണ്ട അറ്റൻഷനോ ഇമോഷണൽ അവൈലബിലിറ്റിയോ കൊടുക്കാതിരിക്കുന്ന ആളിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുകയില്ല. എന്നാൽ ഇത്തരത്തിൽ ഒരു കാര്യം അതേ സമയത്ത് അയാൾ അതേ പണം ഉപയോഗിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലോ അതും ചോദ്യം ചെയ്യുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്കുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറീസ് എന്ന് പറയുന്നതും പ്രൈവസി എന്ന് പറയുന്നതും ഒട്ടുമില്ലാതെ വളർത്തിക്കൊണ്ട് വന്ന ഒരു സമൂഹം എന്നുള്ള ഒരു എൻമേഷ്മെന്റ് ട്രാപ്പ് എന്നതിനെ നമുക്ക് വിളിക്കാം. ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ഹെൽത്തി ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന കാര്യം, എവിടെയാണ് ഐ എന്ന് പറയുന്ന കാര്യം തുടങ്ങുന്നതെന്നും യു എന്ന് പറയുന്ന കാര്യം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ പാരൻസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ആൾമോസ്റ്റ് നോൺ എക്സിസ്റ്റന്റ് ആണ് ഒരു കുട്ടിയും പാരന്റിനും ഇടയ്ക്കുള്ള ബൗണ്ടറി അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കുട്ടിക്ക് പ്രൈവസി കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലാത്ത പാരന്റ്സും പാരന്റിങ്ങും ആണ് നമുക്കുള്ളത്. ഇവിടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ എക്സിസ്റ്റന്റ് ആണ്. ബൗണ്ടറി എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. കുട്ടി വളർന്ന് വലുതായി പ്രായപൂർത്തിയായി കഴിഞ്ഞാലും അവന്റെ ഫിനാൻസസും അവന്റെ മാരേജും അവന്റെ തീരുമാനങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പാരന്റ്സ് ആണ്. ഇതെങ്ങനെയാണ് നാർസിസം ഉണ്ടാക്കുന്നത്? ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവന് ചുറ്റുമുള്ളവർ എന്ന് പറയുന്നത് അവരുടെ തന്നെ എക്സ്റ്റൻഷൻ ആണ്, അല്ലാതെ ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് അല്ല. അവരങ്ങനെയല്ല അവരെ കാണുന്നത്. അവർക്ക് കേറ്റർ ചെയ്ത് കൊടുക്കേണ്ട, ഇപ്പൊ അവരുടെ സപ്ലൈസ് ആണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഇവരുടെ എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ അവർ കാണുന്നത്. ഒരു തരത്തിലും ബൗണ്ടറി അവർക്ക് അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും അവർക്ക് വേണ്ടി അവർ ചെയ്യുന്നത് നാർസിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, പ്രൈവസി ഒട്ടുമില്ലാത്ത, ഒട്ടും ബൗണ്ടറീസ് വെക്കാൻ സമ്മതിക്കാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു നാർസിസ്റ്റിന് തഴച്ച് വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണൊരുക്കുന്നത് അങ്ങനെയാണ്. മരുമകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അമ്മായിയമ്മ ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. എന്നാൽ ഇത് അബ്യൂസീവായിട്ട് ഇന്നും സമൂഹം കാണുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യർ കാണുന്നില്ല. സ്വന്തമായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന മകൻ സമ്പാദിക്കുന്ന പണം അച്ഛനെ ഏൽപ്പിക്കണമെന്ന് അച്ഛൻ പറയുന്നത്, ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാദർ പറയുന്നത് നോർമൽ ആയിട്ടാണ് സമൂഹം കാണുന്നത്. ഇവിടെ സൊസൈറ്റി നിയമം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും സൊസൈറ്റി എന്ന് പറയുന്ന കാര്യം ഈ വയലേഷൻസ് എല്ലാം ശരിയാണ്, റൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ സമ്മതിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ, ഇനേബേഴ്സ് ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് ഞാൻ അബ്യൂസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്? ഇവിടെ അപ്പോൾ സൊസൈറ്റിയെ നമ്മൾ ബ്ലെയിം ചെയ്യണോ എന്ന് പറയുന്ന ഒരു ചോദ്യം വരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിന്റെ ഉത്തരത്തിൽ ഒരു യെസും ഉണ്ട്, ഒരു നോയും ഉണ്ട്. അതിൽ യെസ് എന്ന് പറയുന്നത് യെസ്, സൊസൈറ്റി തന്നെയാണ് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഒരുക്കുന്നത്. എന്നാൽ അവിടെ ഈ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എപ്പോഴും ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിയുടേത് തന്നെയാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഈ പറയുന്ന രാജാബേട്ട എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ വളർന്നു വന്ന ആൺകുട്ടികൾ ഇത് തിരിച്ചറിഞ്ഞ് ആ കണ്ടീഷനിങ്ങിൽ നിന്ന് മാറി വന്ന് വളരെ ലവിങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ ഈ സ്വന്തമായിട്ട് ഫാമിലിക്ക് എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളതിൽ നിന്നും മാറി സ്വന്തം ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം നൽകി ജീവിക്കുന്ന വളരെയധികം, ഒരുപാടധികം ആൺകുട്ടികളും പെൺകുട്ടികളും മറ്റു ജെൻഡറിലുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ. അങ്ങനെ സ്വന്തം ഒതന്റിസിറ്റി, അവ സ്വന്തം ഇന്റഗ്രിറ്റിയിലും ഈ റിയൽ ആയിട്ട് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ശതമാനം ആൾക്കാരുണ്ടെങ്കിലും ഒരു വലിയൊരു ശതമാനം ആൾക്കാർ ഈ വളക്കൂറുള്ള മണ്ണിൽ ഇപ്പോഴും, ഈ ടോക്സിക് ആയിട്ടുള്ള വളക്കൂറുള്ള ഇത്തരത്തിൽ നാർസിസത്തെ പൊലിപ്പിക്കുന്ന മണ്ണിൽ ജീവിക്കുന്നുണ്ട്. അവരാരൊക്കെയാണ്? നാർസിസ്റ്റുകളും ഈ പറയുന്ന NPD ഉള്ള ആൾക്കാരും നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാരും ടോക്സിക് എനേബിളേഴ്സും മറ്റ് ടോക്സിക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ഉള്ള ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉള്ളവരും അതിന് മുകളിലോട്ടുള്ള ആൾക്കാരും. അവിടെ ഈ ടോക്സിക് ആയിട്ടുള്ള സമൂഹം കൊടുക്കുന്ന പവറും കൺട്രോളും അത് നൽകുന്ന സപ്പോർട്ടും വളരെ എൻജോയ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഇവർ. ഇവർ എപ്പോഴും അവിടെ തന്നെ നിൽക്കും, ഈ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ വിക്ടിം എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? നമ്മളെപ്പോലുള്ള ഓരോ വിക്ടിംസും എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ് എന്നുള്ളതാണ്. ഇവിടെ പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. നമ്മൾ രണ്ട് യുദ്ധങ്ങളാണ് ഒരേ സമയം നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മളെ അബ്യൂസ് ചെയ്ത നാർസിസ്റ്റിനെയും എതിരെയും
അവർക്കെതിരെയും അബ്യൂസീവായിട്ടുള്ള അത്തരത്തിലുള്ള നാർസിസിസ്റ്റുകൾക്കെതിരെയും മറ്റൊന്ന് ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് ആയിട്ട് ആൾക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്ന സമൂഹത്തെയും ആ സമൂഹത്തിൽ അത്തരത്തിൽ വളം വെച്ചുകൊണ്ട് നിൽക്കുന്ന ടോക്സിക് ആയിട്ടുള്ള എനേബിളേഴ്സിനും എതിരെയുമാണ്. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് ഒരിക്കലും സ്നേഹിച്ചുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. ഈ ടോക്സിക് ആയിട്ടുള്ള അവർ നിൽക്കുന്ന ആ ടോക്സിക് ട്രൈറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ടോക്സിക് ക്യാരക്ടറിൽ നിന്നും സ്നേഹിച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഇവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ കാര്യം ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ കുട്ടിയാണെങ്കിലും അത് ആ ജനറേഷനിലുള്ള ആരെങ്കിലും ആണെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ അവരെ ഈ കണ്ടീഷനിങ്ങിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരണം നമ്മുടെ പാരന്റിങ്ങിലൂടെ. ഞാൻ കുട്ടികളുള്ളവരടുത്ത് കൂടുതൽ സ്പെഷ്യലി പറയുന്നത് സമൂഹം എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതിനപ്പുറം നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും നമുക്ക് വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഇൻപെർഫെക്റ്റ് ആണെങ്കിൽ, നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതും അത്തരത്തിൽ ഉള്ള പരിഗണനയോടുകൂടി റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം ഉൾക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടതും എന്നുള്ളത് തന്നെയാണ് ഇവരെ ഓരോരുത്തരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഈ ടോക്സിക് സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം നിങ്ങൾക്കൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത ചൈൽഡ്ഹുഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ ജീവിക്കാത്ത ചൈൽഡ്ഹുഡ് ജീവിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ 40സിലാണെങ്കിൽ 50സിലാണെങ്കിൽ 60സിലാണെങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിലും ഇനി തുടങ്ങിയാലും യാതൊരു പ്രശ്നവും തന്നെ ഇല്ല. കാരണം നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് വെച്ചുകൊണ്ട് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ സമയം കൊടുത്തുകൊണ്ട് ആരെടുത്തും അതിനുവേണ്ടി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിൽ നമ്മൾ ബാധിക്കാതെ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നും സത്യസന്ധമാണെന്നും നേരായ രീതിയിലുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കേണ്ടയും കാര്യമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതും വളരെ സമയമെടുത്തുള്ള വളർച്ചയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളോട് ഈ പറയുന്ന ഞാൻ ഇത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ധൈര്യത്തിൽ തന്നെയാണ് പറയുന്നത്. പലർക്കും അത്രയും പ്രിവിലേജസ് ചിലപ്പോൾ കിട്ടി എന്നുണ്ടാവില്ല, അതിനുള്ള സ്പേസ് ഉണ്ടാവണം എന്നുണ്ടാവില്ല. പക്ഷേ ധൈര്യം എന്നുള്ളത് തന്നെയാണ് അത്. ഈ ഒന്നും നമുക്ക് ചുറ്റുമുള്ള ഒന്നും നമ്മുടെ കൂടെ അല്ലെങ്കിലും അത് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ധൈര്യം എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട സമാധാനവും സംതൃപ്തിയും സന്തോഷവും തരുന്നത് എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരുപാട് പേർ ഇത്തരത്തിൽ ഹീലായി വന്നവരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഇത് ചെയ്തതിലൂടെ തന്നെ മാത്രമാണ് അവർക്ക് അവരുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നതും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായത്. ഈ മാറ്റങ്ങളൊന്നും എത്ര പണം കൊടുത്താലും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ഇന്നർ ചൈൽഡിനെ നർച്ചർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ്, നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് തന്നെയാണ്. സൊസൈറ്റി നാർസിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം, നാർസിസിന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ നാർസിസിന്റെ റിയാലിറ്റിയിൽ ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ ഫാക്ടറിയിലെ തൊഴിലാളികളാവേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റെസ്പെക്റ്റിനും ഇക്വാലിറ്റിക്കും റിയൽ ആയിട്ടുള്ള സ്നേഹത്തിനും പ്രാധാന്യമുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ പറയുന്ന ഞാൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കൂടുതൽ പറയാനായിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ എഴുതി അറിയിക്കുക. അതിനൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് എത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനൊപ്പം തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും ഇനി അങ്ങോട്ട് ചാനലിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നവരേക്കും കാത്തിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.